പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ പ്രായം മുന്നോട്ടാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളാരും പെട്ടെന്ന് ശാരീരികമായി വൃദ്ധന്മാരായി മാറണമെന്ന് നിർബന്ധമില്ല. കാരണം പ്രായം എന്നത് ശരീരത്തിൻ്റെ അവസ്ഥ എന്നതിനേക്കാൾ മനസ്സിൻ്റെ നിർമ്മിതിയാണ്. എന്നാൽ ജീവിതത്തിൽ ആദർശങ്ങളും ലക്ഷ്യങ്ങളും തത്വങ്ങളും മറന്ന് മുന്നേറാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന ജീവിത പ്രശ്നങ്ങളെ ചിരിയുടെ പ്രത്യാക്രമണത്താൽ പരാജയപ്പെടുത്തുവാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ ഏകാഗ്രതയില്ലാത്ത ഒരു ജീവിത ശൈലി ഒരു ലക്ഷ്യത്തിലേക്കും നമ്മെ നയിക്കുകയില്ല എന്ന തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ദിശാസൂചിയാണ് നമ്മുടെ മനസാക്ഷിയുടെ സ്വരമെന്നും നമ്മൾ നമുക്ക് തന്നെ പ്രകാശമായി വർത്തിക്കേണ്ടവരാണ് എന്നുമുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതാകുമ്പോൾ നമ്മൾ ജീവിതത്തിൽ അവശരും ദുഃഖിതരും നിരാശ നിറഞ്ഞവരുമായി മാറിയേക്കാം. അതേസമയം നമ്മൾ പെട്ടെന്നുള്ളതും അനാവശ്യവുമായതുമായ വികാരങ്ങൾക്ക് എളുപ്പത്തിൽ കീഴടങ്ങാത്തവരും മറ്റുള്ളവർക്ക് നമ്മെക്കുറിച്ചുള്ള നെഗറ്റീവുകൾ നിറഞ്ഞതും നാശോന്മുഖവുമായ അഭിപ്രായങ്ങൾക്ക് മുന്നിൽ പെട്ടെന്ന് തളരാത്തവരുമാണ് എങ്കിൽ നമ്മുടെ ജീവിത വഴികളിൽ ഉണ്ടാകാവുന്ന വ്യത്യസ്തങ്ങളായ മറ്റ് പ്രശ്നങ്ങൾക്ക് മുന്നിലും അത് പ്രായത്തിൻ്റെ കാര്യത്തിലായാലും മറ്റ് ജീവിത സാഹചര്യങ്ങളുടെ മുന്നിലായാലും തളരാതെ പിടിച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കും. ഓർക്കുക, ജീവിതത്തിൽ ഭയങ്ങളും തെറ്റിദ്ധാരണകളും അവസാനിക്കുന്ന ഇടത്തു നിന്നുമാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 9-ാം വാക്യത്തിലൂടെ ബൈബിൾ വചനം ഇങ്ങനെ പറയുന്നു: അവർ എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും, ഞാൻ അവർക്ക് ഉത്തരമരുളും. അവർ എൻ്റെ ജനമെന്ന് ഞാൻ പറയും, കർത്താവ് എൻ്റെ ദൈവമെന്ന് അവരും പറയും. ഏവർക്കും നന്മകൾ നേരുകയാണ്. സ്നേഹപൂർവ്വം, സേവേറിയോസ്.